കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിൽ എത്ര ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആണ് നൽകുന്നത്? ഉത്തരം 5 ലക്ഷം. ആർദ്രം മിഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രാഥമിക ആരോഗ്യ സേവനം. ആരോഗ്യകിരണം പദ്ധതി ഏത് പ്രായക്കാർക്കാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. വയോമിത്രം പദ്ധതി ഏത് പ്രായത്തിന് മുകളിൽ ലഭ്യമാണ്? ഉത്തരം 65 വയസ്സിന് മുകളിൽ. സമാശ്വാസം പദ്ധതി പ്രധാനമായും സഹായിക്കുന്ന രോഗങ്ങൾ: ഹീമോഫീലിയ, ഡയാലിസിസ്. മെഡിസെപ് പദ്ധതി ലഭിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും. ഫാമിലി ഹെൽത്ത് സെൻ്റർ പദ്ധതി ഏത് മിഷനിൽ വരുന്നു? ഉത്തരം ആർദ്രം മിഷൻ. ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് രോഗികൾക്ക് സഹായം നൽകുന്ന പദ്ധതി. ഉത്തരം സമാശ്വാസം പദ്ധതി. കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഏത് പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ആർദ്രം മിഷൻ ഏത് ഗവൺമെൻറ് പരിപാടിയുടെ ഭാഗമാണ്? ഉത്തരം നവകേരള മിഷൻ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏത് പദ്ധതിയുമായി ചേർന്ന് നടപ്പാക്കുന്നു? ഉത്തരം ആയുഷ്മാൻ ഭാരത്. മെഡിസെപ് ഇൻഷുറൻസ് ഏത് തരത്തിലുള്ളതാണ്? ഉത്തരം ഹെൽത്ത് ഇൻഷുറൻസ്. വയോമിത്രം പദ്ധതിയുടെ മുഖ്യ സേവനം മൊബൈൽ ക്ലിനിക്കുകൾ. ആർദ്രം പദ്ധതിയിൽ PHCകളെ മാറ്റുന്നത്? ഉത്തരം ഫാമിലി ഹെൽത്ത് സെൻ്റർ. സമാശ്വാസം പദ്ധതി ഏറ്റവും കൂടുതൽ ഏത് തരം രോഗികൾക്കുള്ളതാണ്? അവയവങ്ങൾ മാറ്റിവെച്ചവർക്കും ഡയാലിസിസ് നടത്തിക്കൊണ്ടുവരുന്ന പേഷ്യൻസിനും ഉള്ളതാണ്. കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് സഹായം നൽകുന്നത് ആർക്കൊക്കെയാണ്? ഉത്തരം പിന്നോക്ക വിഭാഗങ്ങൾക്കും രോഗികൾക്കും. മെഡിസെപ് കവറേജ് ഉപയോഗിക്കാനുള്ള രീതി? ഉത്തരം ക്യാഷ്ലെസ് രീതി. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഏറ്റവും വലിയ റിഫോം മിഷൻ? ഉത്തരം ആർദ്രം പദ്ധതി. ആരോഗ്യകിരണം പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സ. സമാശ്വാസം പദ്ധതി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്.